ഹായ്, ഇത് ഞാൻ ശരിയാണ്. ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇതിൻ്റെ പുറകെ ഇരിക്കുക. വീഡിയോ എടുക്കും, ഡിലീറ്റ് ചെയ്യാൻ ഒരു 10 വീഡിയോ ആയി കാണും. ഇനി ഞാനിത് നിർത്തത്തില്ല. എന്ത് വന്നാലും എന്ത് തെറ്റുണ്ടായിരുന്നാലും ചെറിയൊരു ധൈര്യം വന്നാണ്. കുറേ നേരം കൊണ്ട് പുറകെ ഇരിക്കുവാന്നേ. ഇരുന്ന് കുളിച്ചിട്ട് വന്ന ഞാനാ ഇപ്പം മുടി ഉണങ്ങി. ഇനി തെറ്റിയാൽ കുഴപ്പമില്ല, സഹിച്ചേരെ. ഓക്കെ, ഞാൻ വന്നത്, എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഒരു കൂടുതലും വരയ്ക്കുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഭയങ്കര ആർട്ടിസ്റ്റൊന്നും അല്ല, എങ്കിലും ചെറുതിലേക്ക് കുഞ്ഞു കുഞ്ഞു റോസാപ്പൂളൊക്കെ വരയ്ക്കുമായിരുന്നു. കൂടുതലും വരച്ച് കൊടുത്തിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കാണ്. അവരെന്നെ പെണ്ണായിട്ട് കരുതിയിട്ടില്ലായിരുന്നു. അവരുടെ കൂട്ടത്തിലൊരു ആൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അവർക്ക് വേണ്ടി വരച്ചു കൊടുക്കും, അവരവരെ പെൺകുട്ടികൾക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരാണ് ഇങ്ങനെ പുറകെ വന്നിരിക്കും, ശല്യം ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ. ഇതിനകത്ത് കാണുക, ഞാൻ ഇവിടെ പഠിച്ചതെന്ന് വെച്ചാൽ SK സ്കൂൾ പാലോടാണ് പഠിച്ചത് കേട്ടോ. ഗവൺമെൻറ് സ്കൂൾ പാലോടിലാണ് പഠിച്ചത്. SKV സ്കൂൾ പാലോട് ആണ് പഠിച്ചത്. മിക്കവാറും ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ഇടണേ, പഴയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് ഈ വരയാന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, അത്രയ്ക്കൊന്നും വരയ്ക്കാൻ കഴിയില്ല. കുറച്ച് ഇപ്പം ഞാനൊരു 10 വർഷത്തിന് ശേഷമാണ് അടുത്ത വര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുവരെ വരയില്ലായിരുന്നു. പഠിത്തവും പിന്നെ കല്യാണം, 2 കുട്ടികൾ, ഇങ്ങനെ അങ്ങ് പോയി. ഇതിനിടയ്ക്ക് ജോബ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിപ്പോൾ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞൊരു വരുമാനം വേണമെന്ന് തോന്നി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇടയ്ക്ക് പല കാര്യങ്ങൾ ചെയ്ത് ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇനി അടുത്ത് ഇതിൻ്റെ പുറകെ തിരിച്ചിരിക്കുകയാണ്. അതിന് ഹസ്ബൻഡായിട്ട് വഴക്കുകൊണ്ട് ഇതിൻ്റെ പുറകെ തിരിച്ചതിൻ്റെ അല്ല, പല മേഖലയിൽ പലതും എടുത്ത് വയ്ക്കും, അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യത്തില്ല. അടുത്ത് കഴിഞ്ഞ് പുതിയൊരു സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, പലതും ഷെയർ ചെയ്യുക, വീഡിയോസ് കണ്ടു നോക്കുക. ഇപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ വരയ്ക്കാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ 2-3 പടമൊക്കെ വരച്ചപ്പോൾ എനിക്കതിന് കമൻറ്റ് വന്നു, എന്താണ് കുറച്ചൊരു പേഴ്സണലായിട്ട് അല്ലാതെയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വരയ്ക്കണം, വരച്ചാൽ നന്നായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വരയ്ക്കാൻ തോന്നും. വരച്ചത് കുറച്ച് പേര് കാണുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ നമ്മളെങ്ങനെ. അപ്പോൾ പിന്നെ വരയ്ക്കാൻ തന്നിട്ടുണ്ട്. അതിന് വലിയൊരു നന്ദി പറയാണ്, വലിയൊരു താങ്ക്സ്. പിന്നെന്താ, ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലോങ് വീഡിയോ ഇതിനകത്ത് കണ്ടാൽ അറിയാം. എൻ്റെ ഒരു വാചകം പോലും അതിനകത്തുന്നില്ല. ഇതാദ്യമായിട്ട് എൻ്റെ സംസാരം. പിന്നെ കുറച്ചൊരു പറഞ്ഞ് പാചക വീഡിയോ ഇടുമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്കവാറും അത് ചെയ്യും. അതിനുള്ളൊരു പ്രാക്ടീസും കൂടി ആയി സംസാരം കണ്ട. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും തെറ്റിപ്പോവോ, പറയുന്നത് ശരിയാവുന്നില്ലേ, ഇങ്ങനെയൊക്കെ ഒരു പേടി. വാക്കുകൾ പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പോൾ ചിലർ പറയും ഇതാണൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയേ. അപ്പോൾ ശരി, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. വയ്ക്കുകയാണ്. അതിനിടയ്ക്ക് കട്ട് ചെയ്തിട്ട് കാര്യമെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്താ കണ്ടൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ പിന്നെ വിചാരിച്ച് അവിടെ കട്ട് ചെയ്തിട്ട് ബാക്കിയിടാണ്. ഇനി മതി. ഇനി ഞാൻ അടുത്തടുത്ത് കുറച്ചും കൂടെ ഊർജ്ജത്തോടെ വരും കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ബൈ.